ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല അടിയൻ. നീരുനീര പാമ്പടിയോ നീണ്ട നടയോ കുറുതോ പാരം കരഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം തുടർച്ചയായി പഠിച്ചു വരുന്ന 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ സഭയുടെ അച്ചടക്ക നടപടിയെക്കുറിച്ചുള്ളതായ വിവരണമാണ്. അതുമാത്രമല്ല, ഒരു ഭവനമായാലും ഒരു സഭയായാലും ഒരു ചട്ടവും ഒരു ക്രമവും ഒക്കെ ഉണ്ട്. തിരുവെഴുത്ത് പറയുന്നു, ക്രമം കെട്ടവരോട് അകന്നുകൊള്ളുക. ഇവിടെ ക്രമക്കേട് കാണിച്ച 2 പേരെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പൗലൂസിലൂടെ നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നത്. ഒന്ന് ഹുമനിയോസും മറ്റൊന്ന് അലക്സന്തരും. അവർക്ക് സംഭവിച്ചത് മുറുകെ പിടിക്കേണ്ട 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചില്ല എന്നുള്ളതാണ്. അതായത്, 1 ശുദ്ധ ഹൃദയം, പ്യുവർ ഹാർട്ട്. 2 ഗുഡ് കോൺഷ്യസ്, നല്ല മനസാക്ഷി. 3 സിൻസിയർ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം. ഇവ മുറുകെ പിടിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പൗലൂസ് തിമോത്തിയോസിനും ഒരു ആജ്ഞയായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ആജ്ഞ കേവലം തിമോത്തിയോസിന് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട 3 അതിപ്രധാനമായ കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ശുദ്ധ ഹൃദയം, പ്യുവർ ഹാർട്ട്, ഗുഡ് കോൺഷ്യസ്, നല്ല മനസാക്ഷി, സിൻസിയർ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം. ഹുമനിയോസും അലക്സന്തരും സ്വയം തെറ്റിപ്പോയി. മാത്രമല്ല, മറ്റനേകരുടെ വിശ്വാസം മറിച്ച് കളയുവാനും അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിത പിശക്, ഉപദേശ പിശക്, ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അത് അല്ലെങ്കിൽ ആ ശുശ്രൂഷ ദൈവം ഒരു ശുശ്രൂഷകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ വളരെ ഉത്തരവാദിത്വപരമായിട്ട് ഈ 2 കാര്യങ്ങളും പഠിപ്പിച്ച് ബോധ്യമായി കൊടുക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച്. ചിലപ്പോൾ ജീവിത പിശക് ഉണ്ടാകാം, ചിലപ്പോൾ ഉപദേശ പിശക് ഉണ്ടാകും. ഇത് 2ഉം കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ലേവ്യ 10-ന്റെ 1-2 ഭാഗം നമുക്കറിയാം. അവിടെ അഹരോന്റെ 2 മക്കൾ അന്യാഗ്നി കത്തിച്ചു. അതിൻ്റെ അനന്തരഫലം അവർ 2 പേരും നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. സംഖ്യ 12-ന്റെ 10-ാമത്തെ വാക്യത്തിൽ മിരിയാമിനെ കുറിച്ചാണ് വായിക്കുന്നത്. മിരിയാമും ആ നിലയിൽ തെറ്റായ ഒരു പ്രവണത കാണിച്ചുകൊണ്ട് അവൾക്ക് അതിൻ്റെതായ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ യാത്രയ്ക്കും അത് തടസ്സമായി തീരുവാനിടയായി.
സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ കോരഹ, നാദാൻ, അബീരാം, ഓൻ എന്ന 4 കൂട്ടരാണ് മോശയ്ക്കും അഹ്റോനും എതിരായിട്ടൊക്കെ ആന്ധ്രയിൽ മത്സരിച്ചത്. എന്നാൽ നമ്മൾ വായിക്കുന്നത് ഭൂമി വായ് പിളർന്ന് കോരഹ, നാദാൻ, അബീരാമിനെ ഒടുക്കിക്കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഓന് എന്ത് ചെയ്തു? ഓൻ ആ നിലയിൽ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം നാളെ നിങ്ങൾ ധൂപം കാട്ടാൻ പറഞ്ഞ് ആ സമയം കൊടുത്തപ്പോൾ ആ നാളെ എന്നുള്ള സമയം കൊണ്ട് ഓൻ എന്ത് ചെയ്തു? ഓന് മാനസാന്തരപ്പെടുവാൻ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്നതായ കോരഹനാഥൻ അബീരാമിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് കർത്തൃദാസന്മാരും സഭയും ചേർന്ന് എടുക്കേണ്ട നടപടികളെക്കുറിച്ചുള്ളതായ ഗംഭീരമായ ഒരു കാര്യമാണ് 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഹുമനിയോസിനോടും അലക്സാണ്ടറിനോടും ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീത്തോസ് 3-ലും ആ നിലയിൽ സുവിശേഷന്മാരും ശുശ്രൂഷകന്മാരും സഭയും ഒക്കെ ചേർന്ന് എടുക്കേണ്ടതായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുറുകെ പിടിക്കേണ്ട അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് 1 തിമോത്തി 1:19 നമുക്ക് കാണാൻ കഴിയും. 1, ഹോൾഡിംഗ് ഫെയ്ത്ത്, വിശ്വാസം മുറുകെ പിടിക്കണം. 2, ഹോൾഡിംഗ് ഫോർ ദ വേർഡ് ഓഫ് ലൈഫ്, വചനാനിഷ്ഠമായ ജീവിതം മുറുകെ പിടിക്കണം. 3, ഹോൾഡിംഗ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്ഫുൾ വേർഡ്, ഉപദേശപ്രകാരമുള്ള സത്യവചനത്തെ മുറുകെ പിടിക്കണം. ഈ കാര്യങ്ങളാണ് തീത്തോസ് 1:9 കാണാൻ കഴിയുന്നത്. അപ്പോൾ 1 വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് 1:19. 2, വചനാനിഷ്ഠിതമായ ജീവിതം മുറുകെ പിടിക്കണം, ഫിലിപ്പിയർ 2:16. 3, ഉപദേശപ്രകാരമുള്ള സത്യവചനത്തെ മുറുകെ പിടിക്കണം, അതാണ് തീത്തോസ് 1:9 നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹുമനിയോസും അലക്സാണ്ടറും വിശ്വാസം മുറുകെ പിടിച്ചില്ല എന്ന് മാത്രമല്ല, വചനാനിഷ്ഠിതമായി ജീവിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ കാരണത്താലും ദൂഷണം പറയാതിരിക്കുവാനായിട്ടും സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ദൂഷണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആളത്വത്തിനും ശുശ്രൂഷയ്ക്കും എതിരായിട്ട് ഉയർത്തുന്ന ആ എതിർപ്പുകൾ അത്രേ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരായിരുന്നു ഈ ഹുമനിയോസും അലക്സാണ്ടറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന ഒരു പഠിതാവിന് 7-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ പുരുഷാരത്തിൽ യേശുവിനെ ചൊല്ലി ഒരു ഭിന്നതയുണ്ടായതായിട്ട് വായിക്കുന്നുണ്ട്. 1, തൻ്റെ പേഴ്സണാലിറ്റിയെ ചൊല്ലി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പ്രശ്നമുണ്ടാക്കുന്ന ജനം ഏത് വിഷയവും ചൊല്ലി പ്രശ്നമുണ്ടാക്കും. യോഹന്നാൻ 1:9-16 തൻ്റെ പ്രവൃത്തിയെ ചൊല്ലിയാണ് അവർ എന്ത് ചെയ്തത്? ഭിന്നത ഉണ്ടാക്കിയത്, ഹിസ് വർക്ക്. അപ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റിയെ ചൊല്ലി വഴക്കുണ്ടാക്കി, അവൻ്റെ പ്രവൃത്തിയെ ചൊല്ലി വഴക്കുണ്ടാക്കി. നാം തുടർന്ന് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10:19-20 വാക്യം പഠിക്കുമ്പോൾ വചനത്തെ ചൊല്ലി എന്ത് ചെയ്തു? ഭിന്നതയുണ്ടാക്കി, ഹിസ് വേർഡ്സ്. സോ ഹിസ് പേഴ്സണാലിറ്റി, ഹിസ് വർക്ക്, ഹിസ് വേർഡ്സ്, ഈ 3 കാര്യങ്ങളെ ചൊല്ലിയാണ് ജനം അതുപോലെ തന്നെ പരീക്ഷന്മാരും ഒക്കെ യേശുക്രിസ്തുവിനോട് ഇടയുവാനായിട്ട് ഇടയായി തന്നു. അതുകൊണ്ട് തൻ്റെ പ്രവൃത്തി താൻ തന്നെ തികയ്ക്കും. അത് ദൈവം കൊടുത്ത പ്രവൃത്തിയാണ്. അപ്പോൾ തനിക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കുന്ന പരീക്ഷന്മാരും ജനങ്ങളും മഹാപുരുഷന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഇക്കാലത്തും സഭയിലും സുവിശേഷന്മാരോടും പ്രശ്നമുണ്ടാക്കുന്നവർക്ക് പ്രത്യേകം കാരണം വേണമെന്നില്ല. ദൈവജനം ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും അതുപോലെ ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നാം ഇവിടെ വഴക്ക് കൂടുന്നെങ്കിൽ, നാം ഇവിടെ ഭിന്നതയുണ്ടാക്കുന്നെങ്കിൽ ഒരു ദിവസം അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. തിരുവഴുത്തിൽ നാം പഠിക്കുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോൾ, ഭിന്നതയുണ്ടാക്കിയ രാജാക്കന്മാരുടെ മക്കളൊന്നും നേരായ പാതയിൽ വന്നിട്ടില്ല, ദൈവപാതയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഭിന്നത ഉണ്ടാക്കാതെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുക, സഭ കൂടി വരിക, സഭയിൽ ആ സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കുന്നു. അവരെയാണ് ദൈവം കൂടുതൽ അനുഗ്രഹിക്കുന്നത്. കലഹമുണ്ടാക്കുന്നവരും ഭിന്നതയുണ്ടാക്കുന്നവർക്കും ദൈവം ശിക്ഷാവിധി വേറെ വെച്ചിട്ടുണ്ട്. ഓർത്തുകൊള്ളുക, വളരെ ജാഗ്രതയോടെ മുൻപോട്ട് കരുതുവാൻ ഹുമനിയോസും അലക്സാണ്ടറും നമുക്കൊരു വാണിംഗായിട്ട് മുന്നറിയിപ്പായിട്ട് നിൽക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ വലിയൊരു നാമം എന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. അന്ധകാരം